നമസ്കാരം പ്രിയമുള്ളവരെ. ഇസ്രായേലി സയനിസത്തിന് മുന്നിൽ ഒടുവിൽ സുലൈമാൻ ഒബൈദും രക്തസാക്ഷിയായി എന്ന വാർത്ത വളരെ ദുഃഖപൂർവ്വം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിമിഷമാണിത്. സുലൈമാൻ ഒബൈദ് എന്ന് പറയുന്നത് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ വികാരമായിരുന്നു. പലസ്തീൻ്റെ അന്തർദേശീയ ഫുട്ബോളറായിരുന്നു. അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ പാലസ്തീൻ പെലെ എന്നായിരുന്നു. അദ്ദേഹം ഓഗസ്റ്റ് 6-ാം തീയതി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത വളരെ വികാരപൂർണമായാണ് ഫലസ്തീൻ ജനത ഏറ്റുവാങ്ങുന്നത്. കാരണം അവരുടെ അതിജീവനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു സുലൈമാൻ ഒബൈദ് എന്ന് പറയുന്ന ഫുട്ബോളർ. രാജ്യം അതികഠിനമായ അടിച്ചമർത്തലുകളുടെയും വേദനകളുടെയും കടന്നു പോകുമ്പോൾ സുലൈമാൻ ഒബൈദ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കാണിക്കുന്ന മാന്ത്രികത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോളുകൾ ഫലസ്തീൻ ജനത അത് ഹൃദയത്തിലേറ്റിയിരുന്നു. അതിലൊക്കെ അവരുടെ വേദനകൾക്കിടയിലും ആനന്ദം കണ്ടെത്തിയിരുന്നു. അവരുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു സുലൈമാൻ ഒബൈദ്. പക്ഷേ സുലൈമാൻ ഒബൈദിനെയും ഓഗസ്റ്റ് 6-ാം തീയതി ഇസ്രായേലി പട്ടാളം വെടിവെച്ചു കൊന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഫലസ്തീൻ വളരെ വേദനയോടുകൂടിയാണ് ആ വാർത്ത ഏറ്റുവാങ്ങുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഭക്ഷണം വാങ്ങിക്കുന്നതിന് വേണ്ടി ക്യൂ നിന്നപ്പോഴാണെന്നത് വളരെ വേദനാജനകമാണ്. എന്തായാലും സുലൈമാൻ ഒബൈദിൻ്റെ വേർപാട് ലോകത്തെ കായിക പ്രേമികൾ വളരെ വേദനയോടുകൂടി തന്നെ ഏറ്റുവാങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അഭയാർത്ഥി ക്യാമ്പിൽ അദ്ദേഹത്തിൻ്റെ ജേഴ്സിയും അദ്ദേഹത്തിൻ്റെ ഷൂസുമൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രമേൽ ഫലസ്തീന് പ്രിയപ്പെട്ട ഒരു ഫുട്ബോൾ താരമായിരുന്നു സുലൈമാൻ ഒബൈദ്. രാഷ്ട്രം അതികഠിനമായ പരീക്ഷണങ്ങളുടെ കടന്നു പോകുമ്പോഴും സുലൈമാൻ ഒബൈദിൻ്റെ നേട്ടങ്ങൾക്ക് മുന്നിൽ രാജ്യം അഭിമാനിച്ചിരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്തയായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ മുഹമ്മദ് സലയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അനുശോചന കുറിപ്പിറക്കുന്നതിന് അതിനെതിരെയും ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മുഹമ്മദ് സലെ, ഈജിപ്തിൻ്റെ ഫുട്ബോളർ, അദ്ദേഹം ഈ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഈ അനുശോചന കുറിപ്പിനെ ഷെയർ ചെയ്തുകൊണ്ട് പറയുന്നത്, മുഹമ്മദ് സലെ പറയുന്നത് സുലൈമാൻ ഒബൈദ് എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയണം, എവിടെ വെച്ചാണ് മരിച്ചത് എന്ന് പറയണം എന്നാണ്. കാരണം അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ അതിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് പറയുന്നില്ല, എവിടെ വെച്ചാണ് മരിച്ചതെന്ന് പറയുന്നില്ല. കാരണം സുലൈമാൻ ഒബൈദ് മരിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത് ഇസ്രായേലി സൈന്യം വ്യോമാക്രമണം നടത്തുമ്പോഴാണ്. അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ആഹാരം വാങ്ങുന്നതിനായി ക്യൂവിൽ നിന്നപ്പോഴാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ആ വിവരം പറയാതെ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നു മാത്രം പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്, അദ്ദേഹം എവിടെ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനേക്കുന്ന ഒരു തിരിച്ചടിയാകും. അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ കൂടുതൽ പ്രചരണം നടത്തുവാൻ അത് കാരണം ആകും എന്നതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നില്ല. സുലൈമാൻ ഒബൈദ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ എതിർത്തുകൊണ്ടാണ് മുഹമ്മദ് സലാഹ് എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഫുട്ബോളർ ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എവിടെ വെച്ചാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയണമെന്ന് പറയുന്നത്. എന്തായാലും സുലൈമാൻ ഒബൈദിൻ്റെ മരണം അത് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇസ്രായേൽ മിക്കപ്പോഴും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവർ ഫലസ്തീൻ്റെ കായിക താരങ്ങളെ കൂടി ലക്ഷ്യമാക്കുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം 39ഓളം അത്ലറ്റുകൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് ഈ അത്ലറ്റുകൾ മിക്കപ്പോഴും ഫലസ്തീൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ അവർ ഫലസ്തീൻ്റെ പതാക ഉയർത്തി ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയർത്തുന്നുണ്ട്. മിക്ക അന്താരാഷ്ട്ര മത്സരങ്ങളിലും അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഇസ്രായേലിനെ വല്ലാതെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് തന്നെ അത്ലറ്റുകളെയും കൊന്നൊടുക്കുന്നു എന്ന രീതിയിലുള്ള ചില ചർച്ചകളും വരുന്നുണ്ട് ഈ അവസരത്തിൽ. മറ്റൊന്ന്, കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് സുലൈമാൻ ഒബൈദിൻ്റെ മുൻപത്തെ ഒരു പ്രസ്താവനയാണ്. കാരണം പണ്ട് ഒരു അന്താരാഷ്ട്ര മത്സരം പോകുന്നതിന് അദ്ദേഹത്തിന് തടസ്സമുണ്ടായി. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് പോകുന്നതിനിടയിൽ അദ്ദേഹത്തെ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തടയുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അറിയാം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഫലസ്തീൻ ഒരു
സ്വതന്ത്ര രാഷ്ട്രമല്ലാത്തതുകൊണ്ട് അതൊരു വെറും ഒരു അതോറിറ്റി മാത്രമായതുകൊണ്ട് ഫലസ്തീനികൾക്ക് മിക്കപ്പോഴും ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പാസ്പോർട്ടിൽ അവർ മിക്കപ്പോഴും ജോർദാൻ്റെ പാസ്പോർട്ടിൽ ആണ് യാത്ര ചെയ്യുന്നത്. അത് മിക്കപ്പോഴും അവരുടെ യാത്രകൾക്ക് തടസ്സമുണ്ടാകാറൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് പോകുന്നതിന് മുമ്പ് വളരെ മോഹിച്ചൊരു അന്താരാഷ്ട്ര മത്സരത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സുരക്ഷാ കാരണങ്ങളാൽ തടഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന അതിപ്പോൾ മാധ്യമങ്ങൾ വളരെ പ്രധാനമായ രീതിയിൽ ചർച്ച ചെയ്യണം. അദ്ദേഹം പറഞ്ഞത് ഫലസ്തീനിലെ കായിക താരങ്ങൾക്ക് മറ്റേതൊരു രാജ്യത്തെ കായിക താരങ്ങളെ പോലെയും അവരുടെ കുടുംബത്തോടൊപ്പം ലോകത്തെ ഏതു ഭാഗത്തും സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. അദ്ദേഹം ഒരു പ്രസ്താവനയിൽ അത് പറയുകയും ചെയ്തു. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലി സയനിസ്റ്റ് ഭീകരരുടെ വെടിയേറ്റു മരിച്ചു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നത് ഈ നിമിഷത്തിൽ. എന്തായാലും ഫലസ്തീൻ്റെ പോരാട്ടം അത് ഒരു സുലൈമാൻ ഒബൈദിൽ അവസാനിക്കില്ല എന്നു തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം പതിറ്റാണ്ടുകളായി ആ ജനത അനുഭവിച്ചു വരുന്ന എല്ലാ കൊടിയ പീഡനങ്ങൾക്കും അതിന് പരിസമാപ്തി ഉണ്ടാകും എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യവും. എത്രമേൽ അടിച്ചമർത്തലുകൾ നടത്തിയാലും ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതയും അവരുടെ പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രത്തിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്നിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. എത്രമേൽ വലിയ ആയുധശേഷി ഉണ്ടായാലും എത്രമേൽ മുസാദിനെ പോലെ വലിയ ചാരസംഘടനകൾ ഉണ്ടായാലും അതൊക്കെ അതിജീവിച്ച് ഫലസ്തീൻ ജനത അവരുടെ ആത്മധൈര്യത്തിലൂന്നി സ്വതന്ത്രത്തിൻ്റെ വിഹായസിലേക്ക് പറന്നു പോവുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.